ഈ കറി നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നാനിനും എല്ലാത്തിനും കഴിക്കാവുന്നതാണ് കേട്ടോ. വരൂ വീഡിയോയിലേക്ക് പോവാം. ഈ കറി ഉണ്ടാക്കാനായി നമ്മളിതപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പീൽ ഓഫ് ചെയ്യുക, തോലൊന്ന് നമുക്ക് ചെത്തിയെടുക്കാം കേട്ടോ. ചെത്തിയെടുത്തിട്ട് നമുക്കിത് ഒരുപാട് ചെറുതായിട്ടൊന്നും മുറിക്കണ്ട കേട്ടോ, കുറച്ച് വലുതായിട്ട് മുറിക്കണം ഇതിനെ. ഇപ്പോൾ നമ്മൾ ഇതിനായി ഈ കറി ഉണ്ടാക്കാനായി നമ്മളത് കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് നമ്മൾ അതിനെ ഒന്ന് നല്ലോണം തുടച്ച് വെക്കുകയാണ്. ഒരു ടവലും കൊണ്ട് നല്ലോണം തുടച്ച് വെക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ എന്തിനാ തുടയ്ക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണവർക്ക് എന്നും ചെയ്യണവർക്ക് അറിയായിരിക്കും. പക്ഷെ പുതിയതായിട്ട് ചെയ്യണവർക്ക് കുട്ടികൾക്ക് ചിലപ്പോൾ അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് പറയണത്. അറിയണവർ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത് തുടച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക വഴറ്റുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ടാവും. അപ്പോൾ ഈ വെള്ളം ഉണ്ടെങ്കിൽ വഴുവഴുപ്പ് വരും. അപ്പോൾ വെള്ളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വഴുവഴുപ്പ് വരില്ല. അതിനാണ് ഇങ്ങനെ കഴുകി തുടച്ചെടുക്കണം. ഓക്കെ. ഇത്ര ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ മതി കേട്ടോ. നമ്മളിതപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചു. ഉരുളക്കിഴങ്ങ് കുറച്ച് വലുതായിട്ടാണ് മുറിക്കണം കേട്ടോ. ഒരുപാട് ചെറുതായിട്ട് കുനുകുനയൊന്നും വേണ്ട. ഇതിപ്പോൾ വെണ്ടയ്ക്കയും മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മുറിക്കണം. ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒരു 4 ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അധികം പഴുത്തിട്ടില്ല. നിങ്ങൾ പഴുത്തുണ്ടെങ്കിൽ എടുത്തോളൂ. ഇതിനെ ഒന്ന് അരച്ച് പേസ്റ്റാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ തക്കാളി അരയ്ക്കുമ്പോൾ ആ ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലിയാണ്. ഇതാ നമുക്ക് നല്ല ചുവപ്പ് കളർ കിട്ടിയില്ലേ. നമ്മളൊരു സ്പൂൺ ഓയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്ക, ഒരു 2-3 ഗ്രാമ്പൂ, ജിഞ്ചർ ഗാർലിക് ചതച്ചത്, പിന്നെ ഒരു വലിയ ഉള്ളി മുറിച്ചത് കേട്ടോ. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി നമ്മൾ അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കൊക്കെ കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. നമ്മളിനി പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. ഒന്ന് ഉരുളക്കിഴങ്ങൊക്കെ പകുതി വെന്ത ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അരച്ച് വെക്കാം കേട്ടോ. ഒന്ന് നോക്കാം എന്തായാലും. എന്തോ നമ്മൾ ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഗ്രേവി ആയിട്ട് ഇതാണ്. പിന്നെ നമ്മൾ തൈര് ഒന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് കട്ടത്തൈരുണ്ടെങ്കിൽ അതുമിട്ട് മിക്സ് ചെയ്യാം, നന്നായിരിക്കും. തൈര് ഒഴിച്ച് ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അതൊന്ന് പിരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറിക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്കിവിടെ നല്ലൊരു ആലു ബിണ്ടി മസാല തയ്യാറായിരിക്കുകയാണ് കേട്ടോ. കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയും കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കണം. ഹാപ്പി കുക്കിംഗ്.